ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള ഒരു ജുവൽ നെക്ക് സാരി ബ്ലൗസ് ആയിട്ടോ അല്ലെങ്കിൽ പട്ടുപാവാടയുടെ കൂടെയോ ലെഹങ്കയുടെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളത് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, സ്ലീവ് കട്ട് ചെയ്യുന്നിടം വരെ. ഇനി അതെല്ലാം കൂടെ കൂട്ടി എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളതാണ് പറയുന്നത്. ജുവൽ നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിനോട് കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നെക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാൻ സാരി ബ്ലൗസോ അല്ലെങ്കിൽ പട്ടുപാവാടയുടെ ബ്ലൗസോ ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആകുകയും അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ്, ഡിഫറെൻ്റ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് മെത്തേഡ് എന്ന് പറയാം. ആ രീതിയിലാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആ രീതിയിലൊന്ന് ശ്രമിച്ച് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെങ്കിൽ അതൊന്നും ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് അതിനായിട്ട് സമയം ചിലവഴിക്കണം. അപ്പം നമ്മളതൊരു വെറൈറ്റി മോഡലിൽ തന്നെ ഇട്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ക്ലോത്ത് ഇതാണ്. ലൈനിങ്ങിനായിട്ടും 1 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്ത് നേരത്തെ കയ്യിലിരുന്നതാണ് മെയിൻ ക്ലോത്തായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയുണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാവേ. നമ്മളിതിൻ്റെ ലെങ്താണ് എടുക്കുന്നത്. ലെങ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 78 സെൻറ്റിമീറ്ററേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഒരു 80 സെൻറ്റിമീറ്റർ പോലും ഇല്ല നമുക്ക് ഈ ക്ലോത്ത് കയ്യിലിരിക്കുന്ന ക്ലോത്ത്. പക്ഷേ ഈ ഒരു ക്ലോത്തിന് നല്ല വിഡ്ത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അളവിൽ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ 1 മീറ്റർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 1 മീറ്ററോളം വാങ്ങിച്ചോണേ. നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ക്ലോത്തിന് 1.25 മീറ്ററോളം വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഒട്ടും കളയാതെ നല്ല ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്താൽ ഇത്രയും കൊണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുമേ. ഇല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ 1 മീറ്ററോ നമുക്ക് കൈനീള സ്ഥലം കൂടെ കൂടുതൽ വേണമെങ്കിൽ 1.25 ഒക്കെ വാങ്ങിച്ചോണേ. നമ്മളിനിയിപ്പം ഇത് ഇങ്ങനെ ഒട്ടും ക്ലോത്ത് കളയാതെ നന്നായിട്ട് ചേർത്ത് ആദ്യമേ ഇങ്ങനെ നമ്മൾ പേപ്പറെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ക്ലോത്ത് കയ്യിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ വെച്ച് നോക്കണം. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. 2 എണ്ണം, ചിലപ്പോൾ 2 എണ്ണം ഒരു പീസൊന്ന് നമ്മൾ ഇവിടെ വെച്ചാലും അതിൻ്റെ 2 അളവ് വേണ്ടി വരും. ഇപ്പോൾ സ്ലീവിനെ ഫ്രണ്ട് പോർഷനിൽ വെക്കാനുള്ളതൊക്കെ അതെല്ലാം കണക്കാക്കി നമുക്ക് ഈ ക്ലോത്ത് കൊണ്ട് തികയുമോ എന്ന് നമ്മളൊന്ന് അളന്ന് നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ അളന്ന് നോക്കിയപ്പം ഇത്രയും ക്ലോത്ത് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യുന്നത് പാർട്ട് 1 ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഏതൊരാൾക്കും സ്വന്തം അളവിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ അതിനകത്ത് അളവുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തത് അതേ അളവിൽ സീം അലവൻസ് എല്ലാം വിട്ടാണ് നമ്മൾ ആ പേപ്പറിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോത്തിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും കൊടുക്കണ്ട. എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്ത് കുറവായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലാഭിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ മെയിൻ ക്ലോത്തിൽ തന്നെയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഈ പേപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ബാക്ക് പോർഷനിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 സൈഡിലുമാണ് ഈ 1/2 ഇഞ്ച് വീതം വരുന്നത്. അത് നമുക്ക് അവിടെ ഇതുപോലത്തെ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ ഹുക്കും ഹോളും വെക്കാനായിട്ടുള്ളതാണ്. നമുക്ക് ഹോള് വെക്കാനായിട്ട് ഒരു 3 ഇഞ്ചോളം വിട്ട് എടുത്തോണം. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹുക്ക് വെക്കാനായിട്ടുള്ളതാണ്. അപ്പം നമ്മളൊരു 1.5 ഇഞ്ച് എടുത്തതിന് ശേഷം ഒരു അല്പം മടക്കി കിട്ടുക. നമുക്ക് എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി ഫ്രണ്ട് പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് തമ്പനെയിലിൽ പറഞ്ഞത്. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, അതൊരു വലിയ മിസ്റ്റേക്കായി മാറുകയും ചെയ്തു. കാരണം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആയിപ്പോയി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പേപ്പറെ കട്ട് ചെയ്തപ്പോൾ ഒരു പീസായിട്ടാണ് പേപ്പർ കട്ട് ചെയ്തത്, അതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പേപ്പർ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഇങ്ങനെ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ആ ക്ലോസ് ആയ സ്ഥലത്താണ് വെച്ച് വരുന്നതെങ്കിൽ നമുക്കിതുപോലെ ഓപ്പൺ ആയി പോകത്തില്ല. ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനും നമ്മളുടേത് ഓപ്പൺ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം തയ്യൽക്കാർക്ക് എപ്പോഴും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുരുട്ടുബുദ്ധികളൊക്കെ അറിയാം ഇതൊക്കെ ക്ലോസ് ആക്കി കൊടുക്കാനായിട്ട്. അപ്പം നമ്മളിത് ക്ലോസ് ആക്കി കൊടുക്കുമ്പോൾ വെറുതെ അങ്ങ് ചെയ്ത് കൊടുക്കുകയല്ല. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി.
അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്തെടുക്കാവേ. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ 2 പീസസ് നമുക്ക് വേണം. അതും നമ്മൾ ലൈനിങ്ങുമായിട്ട് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു. അത് ചെയ്യുമ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിഞ്ഞ് പോകരുതേ. അപ്പോൾ അതെല്ലാം ശ്രദ്ധയോട് വേണം. 2 വശത്തും ഒരുപോലെയാണോ വരുന്നതെന്ന് സ്ലീവിനും അതുപോലെ തന്നെ. കാരണം സ്ലീവിൻ്റെ ഒരു വശം നമ്മൾ ഇതുപോലെ കുഴിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തിരിഞ്ഞൊന്നും പോകരുത്. നന്നായിട്ട് ശ്രദ്ധയോടുകൂടിയേ ആ ഭാഗം എല്ലാം ചെയ്യാവുള്ളേ. എനിക്കൊരല്പം ശ്രദ്ധ വിട്ടുപോയപ്പോഴത്തേന് തന്നെ ഇതുപോലൊരു ചെറിയ മിസ്റ്റേക്ക് ഒരു വലിയ മിസ്റ്റേക്കായി മാറി. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചേ സ്റ്റിച്ച് ചെയ്യാവുള്ളേ. അപ്പം നമ്മൾ ഈ ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹുക്കും ഹോളും വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ സാരി ബ്ലൗസിന് ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ബാക്ക് പോർഷനിലേക്ക് ആക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അതിന് ഹോളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വീഡിയോസിനകത്തൊക്കെ നമ്മൾ ഈ ഹുക്കും ഹോളും തന്നെ വെക്കുന്നതൊക്കെ ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഉള്ളതാണ്, കണ്ടു നോക്കിയാൽ മതിയേ അറിയത്തില്ലാത്തവർ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗവും ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബാലൻസ് നിൽക്കുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് നല്ല ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ നല്ല ഭംഗിക്ക് നമുക്ക് ബാക്ക് പോർഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിൽ നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കണം കറക്റ്റാണോ എന്ന്. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോർഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ഹുക്കിനായിട്ടുള്ള ഭാഗം തള്ളി നിർത്തിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഈ ഡാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ ടക്കിനായിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് പേപ്പറിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് 1/2 ഇഞ്ച് വിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ട്രേസ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയും വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ പട്ടയായിട്ട് വെച്ച് കൊടുത്തിട്ടില്ലേ ബെൽറ്റ്, അത് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടതിന് ശേഷം വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ ടക്കിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ബാക്ക് പോർഷനിൽ ടക്കിട്ട് കൊടുക്കണമെന്നുള്ളവർ മാത്രം ചെയ്തേച്ചാൽ മതിയേ, നിർബന്ധമില്ല. അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഇപ്പം ബാക്ക് പോർഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതും നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ പേപ്പറെ കട്ട് ചെയ്തപ്പം ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ 2 ആയിട്ട് ഓപ്പൺ ആയി പോയത്. അപ്പോൾ ഓപ്പൺ ആയി പോയ ഭാഗം ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരെണ്ണത്തിന് തന്നെ നമ്മുടെ ഈ ക്ലോത്തിന് തന്നെ കുറച്ച് നൂലുകൾ ഇങ്ങനെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ആ നൂലിനെ നമ്മൾ ഇതുപോലെ ചുരുട്ടിയെടുത്ത് ഒരു ചെറിയ റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെയിം കളറുള്ള ക്ലോത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിങ്ങനെ ടൈറ്റാക്കി കൊടുക്കണം. കൈകൊണ്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്തതിന് ശേഷം സെയിം കളർ ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ചുറ്റി നന്നായിട്ട് കുറേ പ്രാവശ്യം ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നതിന് പോട്ട്ലി ബട്ടൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഒരേ അളവിലെടുക്കണേ. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി ഫ്ലവറായിട്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കിയാലൊക്കെ നമുക്ക് ഫ്ലവർ വേസിനകത്ത് വെക്കാനായിട്ടൊക്കെ സാധിക്കുക. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു 5 എണ്ണമാണ് സെയിം അളവിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ചെയ്തെടുക്കുമ്പോൾ ആദ്യമേ വെച്ചെടുക്കുന്ന ആ ത്രെഡ് ഒരേ അളവിലായിരിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് അളവ് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഓരോ ഇഞ്ചിൽ ഈ 5 എണ്ണം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടേക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പീസ് എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ പിന്നെ അതിനെ ഓവർകം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് മിക്കവർക്കും ഈ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതുപോലെയുള്ള ഓരോരോ ടെക്നിക്ക് അറിയാം. പിന്നെ ചിലപ്പോഴൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് മാത്രമേ ക്ലോത്ത് കട്ട് ചെയ്യാവുള്ളേ. ഒരല്പം അശ്രദ്ധ മതി നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളിലെത്താൻ. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ 2 സൈഡും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സൈഡ് ഇതുപോലെ നമ്മളൊന്ന് അല്പം ഇങ്ങനെ ഇട്ടാണ് ചെയ്തെടുക്കേണ്ടത്. എങ്കിലേ മാത്രമേ കറക്റ്റായിട്ട് 2 അളവും കിട്ടി നല്ല ഭംഗിക്ക് കിട്ടത്തുള്ളൂ. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നല്ല വൃത്തിക്ക് അറ്റാച്ച് ചെയ്ത് ഷോൾഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവിന് ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ കുഴിച്ച് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് പോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. 2 സ്ലീവും ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നവർക്കുള്ള ഒരു ടിപ്സാണ് പറയുന്നത്. അതായത് നമ്മൾ
ഷോൾഡർ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ഷോൾഡർ ഈ ഒരു സമയത്ത് നമ്മളുടെ പാകത്തിനാണോ എന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഈ ഭാഗം ബാലൻസ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്കുള്ള വേണ്ടിയാണ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കട്ട് ചെയ്യേണ്ടതൊന്നും യാതൊരു ആവശ്യവുമില്ല. നമുക്കിപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അകത്ത് വരച്ച് കൊടുത്തിരിക്കുന്നതും നമുക്ക് ടക്കിൻ്റെ ഇത്രയും വേണ്ടെങ്കിൽ ഈ ഒരളവ് കൊടുത്താൽ മതിയേ. അതിനു വേണ്ടിയാണ് അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത രീതിയിൽ കട്ട് ചെയ്ത രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഒരു പീസ് ക്ലോത്തിനെ നമുക്ക് നന്നായിട്ട് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെരിച്ച് കോർണർ ടു കോർണർ ഇട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. 1 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ പിടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിലൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് നമുക്ക് കൈത്തയ്യൽ വേണമെങ്കിലും തയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ മെഷീനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പം നമ്മൾ ഈ ഭാഗം എല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതെല്ലാം ഇനി നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹുക്കൊക്കെ പിടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഇവിടെ എല്ലാം കറക്റ്റായിട്ടാണോ ഷോൾഡറുകൾ തമ്മിൽ വന്നിരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കണേ. എങ്കിലാണ് നമ്മളുടെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റായി വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റായി ഇട്ട് കഴിഞ്ഞാൽ പുറവശത്തൊന്നും ഒരു അല്പം പോലും ചുളുക്കമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിക്ക് നമ്മുടെ ദേഹമായിട്ട് ഒട്ടിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടുവേ. കട്ട് ചെയ്യുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഡിഫിക്കൽട്ടും ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞാണ് ഞാൻ ആ വീഡിയോയിൽ അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതി ഇഷ്ടമുള്ളവരൊന്ന് ശ്രമിച്ച് നോക്കുക. നമുക്കതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് മറ്റുള്ളവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെന്നോർത്ത് മാത്രം ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ബാക്കി താഴ്ഭാഗത്ത് നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ക്ലോസ് ആയിട്ടുള്ള നെക്ക് ഇഷ്ടപ്പെടുന്നവർക്കിത് യൂസ് ചെയ്യാവേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.